Hi students, നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ളതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു സിലബസ് പ്രകാരം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോഷോപ്പിനെയും അതേപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ തുടങ്ങിയിട്ടുള്ള അഡോബിൻ്റെ സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ഈ 3 സോഫ്റ്റ്വെയറുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് ഈ കളറിൻ്റെ കുറേ സെൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. കളറുമായി ബന്ധപ്പെടുത്തിയുള്ള കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കളറിനെ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലവർ നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു ഫ്ലവറിൽ എത്രത്തോളം കളറുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ, സ്കൈ കാണുമ്പോൾ 2 കളറുകൾ മിക്സ് ചെയ്തിരിക്കുന്നത്, ഇത് ഒരു നേച്ചറിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഡിസൈൻ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പച്ച ഇലയുള്ള ഒരു ചെറിയ ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം അതുപോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം. അപ്പോൾ അതിൽ നമുക്കൊരു വെള്ള പൂവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒറ്റയടിക്ക് ആ പൂവിൻ്റെ ഭംഗിയും ആ ഇലയുടെ ഒരു സ്റ്റൈലും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക് അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീനും അതിൻ്റെ ഫോർഗ്രൗണ്ടിൽ നമുക്കൊരു വൈറ്റും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അട്രാക്റ്റീവായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ചില നല്ല റെയിനി സമയത്തൊക്കെ നമ്മുടെ ഈ മൗണ്ടെയ്ൻസിൻ്റെ ആ ഒരു ലോങ് വ്യൂ ഒക്കെ കാണുന്ന സമയത്ത് മൗണ്ടെയ്ൻസും അതേപോലെ തന്നെ സ്കൈയും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്ക് 2 കളറുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്മൂത്ത് ആയിട്ട് വേണം എന്നുള്ള ഒരു ഫീല് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഒരു ഡിസൈനർ ആവാൻ അല്ലെങ്കിൽ ഡിസൈനിങ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ വീക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചുറ്റുപാടുകളെ വീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു ഡിസൈനിങ് പഠനം ആരംഭിക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഫോട്ടോഷോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോട്ടോഷോപ്പ് 2 ടൈപ്പ് ഓഫ് ഡിസൈനിങ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിസൈനിങ് സ്റ്റൈൽസ് ആണ് നമുക്കുള്ളത്. ഒന്ന് വെക്റ്റർ ബേസ്ഡ്, അതേപോലെ തന്നെ റാസ്റ്റർ ബേസ്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെക്റ്റർ ബേസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഒരുപാട് ക്വാളിറ്റി വൈസ് ആയിട്ടുള്ള ലൈൻസും ഷേപ്സും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വെക്റ്റർ സോഫ്റ്റ്വെയർസ് ഉള്ളത്. നേരെ മറിച്ച് റാസ്റ്റർ ആകുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ ബേസ്ഡ് ആണ്. നമ്മളൊരു വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലൊരു റാസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ എത്ര വേണം എന്ന് തീരുമാനിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഡിസൈൻ ഉണ്ടാവുക. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു റാസ്റ്റർ ബേസ്ഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഒരു ഡിസൈനർക്ക് ഉണ്ടാക്കുന്ന കുറച്ച് ക്വാളിറ്റീസ്, നമുക്ക് എന്തൊക്കെ ഒരു മിനിമം സ്കിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു ഡിസൈനർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. അത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ഭാഷകളിൽ നിന്നില്ല അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരായ ആളുകളുടെ വർക്കുകളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വരിക. അപ്പോൾ ആ ഒരു ആളുകളോട് സംസാരിക്കുന്നതിനും അവർ പറയുന്ന ഭാഷകൾ ചിലപ്പോൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ മാത്രം വ്യത്യാസമല്ല, ചിലപ്പോൾ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ ഒരു രീതി, ഇപ്പോൾ ഒരു സാധാരണ ഡിസൈനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ചോ ഇതിൻ്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന ഐഡിയകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അയാളായിക്കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ ഒരു സ്കില്ല് നമ്മളത് വളരെ നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കാനുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി നമുക്കുണ്ടാവണം. അതാണ് ഒരു ഡിസൈനർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവേണ്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ക്യൂരിയോസിറ്റി. ഇപ്പോൾ ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും അല്ലെങ്കിൽ നമ്മുടെ അപ്ഡേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് എന്തൊക്കെയായിരിക്കും ഒരു ഡിസൈനർ കാണുമ്പോൾ, ഒരു വർക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാനും അതിനെ അറിയാനുമുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഡിസൈനർക്ക് ഉണ്ടാവേണ്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കതൊരു പാഷനേറ്റ് ആവുക എന്നുള്ളത്. നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യത്തെ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നത് പോലെയല്ല, പാഷനേറ്റ് ആവുമ്പോൾ
നമ്മൾ ചെയ്യുന്ന വർക്ക് കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ആർക്കാണോ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവർ അത് കാണുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഹാപ്പിയാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാഷൻ വരുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ അല്ലെങ്കിൽ റിയാലിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ടായിട്ട് വരുന്നത്. പാഷനേറ്റ് ആവാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഗുണം നമുക്കുണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡിസൈനർക്ക് ഉണ്ടായിരിക്കേണ്ടത്, ഒരു ഓപ്പൺനെസ് ആവുക. അതായത് നമ്മൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആവുക, ഇത് തുറന്ന് സ്വീകരിക്കാൻ. ഇപ്പോൾ ക്ലയൻറ്റ് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള നമ്മളൊരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ, അവർ പറയുന്നത് എന്താണെന്നുള്ളത് നല്ല രീതിയിൽ കേൾക്കാൻ. ചിലപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഡിസൈൻ ചെയ്യും, അത് ഈ രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ ആവും. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്, നമുക്ക് മിസ്റ്റേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നമ്മളെക്കാൾ അറിയില്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ ഡിസൈനിങ് സ്കില്ല് അതിൻ്റെ ടൂൾസുമായി ബന്ധപ്പെടുത്തിയോ ഒന്നും അറിയില്ലാത്ത ഒരാളായിരിക്കും. പക്ഷേ അയാൾക്ക് ലോകപരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ മുമ്പ് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തി ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസിലൊക്കെ പെട്ട് ഈ ഡിസൈനിങ്ങുമായി ബന്ധപ്പെടുത്തി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ഒരു കമൻറ്റ് പറയുമ്പോൾ നമ്മളത് ഓപ്പൺ ഹേർട്ടായി, അത് നമ്മൾ തുറന്ന് കേൾക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ഡിസൈനിങ് ലെവലിൽ നമുക്ക് കുറച്ചും കൂടെ വളരാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ മാക്സിമം സ്വീകരിക്കാൻ, അതായത് കേൾക്കാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ നമ്മുടെ വിമർശനങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. ചില ആളുകൾ ഒട്ടും വിമർശനം കേട്ട് കഴിഞ്ഞാൽ അവർ ഡെസ്പായി പോകും, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വിമർശനം നമ്മൾ ചെയ്യുന്നത് 100% ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യരുത്. നമ്മൾ വിമർശനങ്ങൾ ക്ലയൻറ്റ് ദിസ് ഈസ് നോട്ട് ഓക്കെ എന്നൊക്കെ വളരെ കൂളായിട്ട് പറയുന്ന ആൾ, നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം പ്ലാൻ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത ഒരു വർക്കായിരിക്കാം. പക്ഷേ അത് ഒരൊറ്റ സമയം കൊണ്ട് ആൾ ഇതൊക്കെ അല്ല എന്ന് പറയുന്നത്, ആൾ പറയുന്നത് എൻറ്റയർലി റോങ് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ സ്വീകരിക്കാൻ, അതിന് അയാളുടേതായിട്ടുള്ള റീസൺ, ക്ലയൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻറ്റ്സ് എന്നാണ് ശരിക്കും നമ്മളതിനെ പറയുക. ശരിക്കും ആ ഒരു ക്ലയൻറ്റിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടുകൂടെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഡിസൈനറിൽ നമ്മൾ ആ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മൾ എപ്പോഴും ശ്രമിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും ഒരുപാട്. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഇഷ്യൂസ് കാര്യങ്ങൾ, അതിനെ ഇപ്പോൾ സാധാരണ നമ്മൾ ഗതിയിൽ കണ്ടുവരുന്ന ഇഷ്യൂസ്, അതിനെയൊക്കെ നമ്മൾ സോൾവ് ഔട്ട് ചെയ്യാൻ നമ്മൾ തന്നെ ഒരു ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഡിസൈനർക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്വയം ഡൗട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും, അതിനെ നമ്മുടെ തന്നെ ഒരു അനലൈസ് നടത്തുക. ഇപ്പോൾ ഒരു ഡിസൈൻ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ഒരു തേർഡ് മാനായിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലയൻ്റായിട്ട് അതിനെക്കുറിച്ച് പ്രോബ്ലംസ്, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്താണ്, അതിനൊരു ഇഷ്യൂ, ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ക്ലയൻറ്റ് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇന്നതായിരിക്കും എന്നൊക്കെ നമ്മളൊന്ന് തീരുമാനിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വർക്ക് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത് നല്ല ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെ നല്ല ക്ഷമയുള്ളവരാവുക എന്നുള്ളതാണ് ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്. കാരണം നമ്മൾ ഒരുപാട് സമയം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം സിസ്റ്റത്തിൻ്റെ മുമ്പിലിരിക്കാനും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കാനും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും, ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് റിവ്യൂസ് വരാനും, ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല രീതിയിലൊക്കെ ഈ ക്ലയൻസുകൾ തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നമ്മളത് നേരത്തെ പറഞ്ഞൊരു പോയിന്റുമായി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് എത്രയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്കുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നമുക്കതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമയോടെ നല്ല ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മിനിമൽ നമ്മുടെ ഇത്തരം ക്വാളിറ്റീസൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പ് പോലത്തെ സോഫ്റ്റ്വെയറിൽ നമുക്ക് അത്രമാത്രം അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസും, അതേപോലെ തന്നെ അതിലെ ഡിസൈനിങ് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്കതിന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം.